ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് അനധികൃത നിർമ്മാണങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ യാതൊരു മടിയും കാണിക്കാറില്ല. അത്തരത്തിലുള്ളൊരു റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. അതായത് UP കുഷിനഗർ ജില്ലയിലെ മദനി പള്ളി യോഗി ആദിത്യനാഥ് പൊളിച്ചു മാറ്റുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഉത്തർപ്രദേശിലെ കുഷിനഗർ ജില്ലയിലെ മദനി പള്ളിയാണ് യോഗി ആദിത്യനാഥ് അര ഡസൻ ബുൾഡോസറുകൾ ഉപയോഗിച്ച് പൊളിച്ചു മാറ്റിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ പള്ളി അനധികൃതമായി നിർമ്മിച്ചു എന്നുള്ളതാണ് ഈ പള്ളിക്ക് മേലുള്ള പ്രധാനപ്പെട്ട ആരോപണം. എന്തായാലും ഫെബ്രുവരി 9-നാണ് ഈ പള്ളി പൊളിച്ചു മാറ്റിയത്. ഫെബ്രുവരി 8-ാം തീയതി ഈ പള്ളിയിലെ കമ്മിറ്റി ഹൈക്കോടതിയിൽ പോയി ഇതിന് സ്റ്റേ മേടിച്ച ആ സ്റ്റേയുടെ അവസാനത്തെ ദിവസമായിരുന്നു. 8-ാം തീയതി ഈ സ്റ്റേയുടെ അവസാന ദിവസമായതുകൊണ്ട് തന്നെ 9-ാം തീയതി വലിയ പോലീസ് സേനയുമായി വന്നാണ് ഭരണകൂടം ഈ അനധികൃതമായി നിർമ്മിച്ച പള്ളി പൊളിച്ചു നീക്കിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. ഈ പള്ളി പോലീസ് സ്റ്റേഷൻ, മുനിസിപ്പാലിറ്റി അങ്ങനെയുള്ള സ്ഥാപനങ്ങളുടെ സ്ഥലങ്ങൾ എല്ലാം തന്നെ കയ്യേറിയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് യഥാർത്ഥത്തിൽ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. 2004 ഡിസംബർ 18-നാണ് ഈ പള്ളിക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചത്. പലതവണ ഭരണകൂടം ഈ പള്ളിയുടെ മാപ്പ് നിങ്ങൾ നൽകണമെന്നും ഇതിന് നിങ്ങൾ കൃത്യമായി മറുപടി പറയണം എന്നും പറഞ്ഞിരുന്നു. അതായത് 3 തവണയാണ് ഈ പള്ളിക്ക് നോട്ടീസ് അയച്ചത്. എന്നാൽ പള്ളി കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും യാതൊരുവിധ മറുപടിയും ഈ നോട്ടീസിന് ലഭിച്ചിരുന്നില്ല. പോരാത്തതിന് ഭരണകൂടം ഈ പള്ളിയുടെ മാപ്പ് നൽകാനും ആവശ്യപ്പെട്ടിരുന്നു. അതും അവർ കൊടുത്തിട്ടില്ല. തുടർന്നാണ് നടപടിയെടുക്കാൻ സർക്കാർ നിർബന്ധിതരായത്. മുസ്ലിം വിഭാഗം ഇതോടുകൂടി ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ ഹൈക്കോടതി നടപടി സ്റ്റേ ചെയ്യുകയായിരുന്നു. ഫെബ്രുവരി 8-ാം തീയതി വരെയാണ് നടപടി സ്റ്റേ ചെയ്തത്. സ്റ്റേ അവസാനിച്ച അവസാന ദിവസം ഫെബ്രുവരി 8-ാം തീയതി കഴിഞ്ഞ് 9-ാം തീയതി ആയപ്പോൾ തന്നെ അര ഡസൻ ബുൾഡോസറും വൻ പോലീസ് സേനയും എത്തി ഹത്ത നഗറിലെ ഈ പള്ളി പൊളിച്ചു മാറ്റുകയായിരുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 1999-ലാണ് ഈ പള്ളി നിർമ്മാണം ആരംഭിച്ചത്. നിർമ്മാണം ആരംഭിച്ചപ്പോൾ ആ സമയത്ത് 2 നിലകൾ മാത്രമാണ് ഈ പള്ളിക്ക് ഉണ്ടായിരുന്നത്. അതിന് മാത്രമാണ് അനുമതി കൊടുത്തിരുന്നത്. ആ ഭൂപടം മാത്രമാണ് അംഗീകരിച്ചിരുന്നതും. പിന്നീട് നിയമങ്ങളും ചട്ടങ്ങളും മറികടന്ന് ഈ പള്ളി 4 നിലയായി പണിതുയർത്തി എന്നാണ് ഈ പള്ളിക്കെതിരെയുള്ള പ്രധാനപ്പെട്ട ആരോപണം. പോരാത്തതിന് താഴത്തെ ഒരു നിലയും നിർമ്മിച്ചു. ഇതിനുശേഷം ആളുകൾ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനോട് ഇതിനെക്കുറിച്ച് പരാതിപ്പെട്ടപ്പോൾ നടപടിയെടുക്കാൻ അദ്ദേഹം ഭരണകൂടത്തോട് ആവശ്യപ്പെടുകയായിരുന്നു. പള്ളിയുടെ പേരിൽ ഭൂമി യാതൊന്നും തന്നെ ഇല്ല എന്നാണ് ഇപ്പോൾ ഭരണകൂടം കണ്ടെത്തിയിരിക്കുന്നത്. ആ ഭൂമി ഇല്ലാതെ അനധികൃതമായിട്ടാണ് ഈ പള്ളി നിൽക്കുന്നത്. മുസ്ലിം പാർട്ടിയുടെ പേരിൽ 15 ദശാംശ ഭൂമി മാത്രമേ ഉള്ളൂ. ബാക്കി 23 ഏക്കർ ഭൂമി മുനിസിപ്പൽ ഭൂമി കൈവശപ്പെടുത്തി പള്ളി കൂടുതൽ വലുതാക്കുകയായിരുന്നു. അതായത് എക്സ്പാൻഡ് ചെയ്ത് പള്ളി പണിയുകയായിരുന്നു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. മുനിസിപ്പാലിറ്റി ഇതിനെക്കുറിച്ച് ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടും ഈ പള്ളി കമ്മിറ്റിയോ മുസ്ലിം വിഭാഗമോ ഇതിൽ മറുപടി നൽകാനും തയ്യാറാകാത്തതിനെ തുടർന്നാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നടപടിക്ക് യോഗി ആദിത്യനാഥ് സർക്കാർ നിർബന്ധിതരായത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.